ന്യൂസ് 16 കേരള. ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ബോംബിംഗിൽ അടിയന്തരമായി ഇന്ത്യക്കാർ ലബനൻ വിടണമെന്ന് ഇന്ത്യൻ എംബസി. ലബനനിൽ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ബോംബിംഗിൽ എത്തിയതോടെ ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ എംബസി. ഹിസ്ബുള്ള കമാൻഡർ ഫുആദ് ഷുക്കൂർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ യുദ്ധം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് എംബസിയുടെ നിർദ്ദേശം. മേഖലയിലെ സമീപകാല സംഭവവികാസങ്ങളും സുരക്ഷാ ഭീഷണികളും കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൗരന്മാർ ലബനനിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. എല്ലാ ഇന്ത്യക്കാരോടും ലബനൻ വിടണമെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് കണ്ടാണ് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലബനനിൽ തുടരേണ്ട സാഹചര്യമുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്കകമായിരുന്നു ഹിസ്ബുള്ള നേതാവും കൊല്ലപ്പെട്ടത്. ലബനാൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡർ ഫുആദ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത്. തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് വധിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് പകരമാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത്. IDFന്റെ പ്രത്യാക്രമണത്തിൽ ഒരു സ്ത്രീയും 2 കുട്ടികളും കൊല്ലപ്പെടുകയും 74 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ സൂത്രധാരൻ ഫുആദ് ആയിരുന്നു. തുടർന്നാണ് ഇയാളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. കഴിഞ്ഞ ജനുവരിയിൽ ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് അരൂരി കൊല്ലപ്പെട്ടിരുന്നു. 2006 ശേഷം ബെയ്റൂത്തിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമായിരുന്നു അത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.